പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്കായി തറവാട് വീടിനടുത്തുള്ള കുളത്തിൽ പരിശോധന നടത്തുകയാണ്. സ്കൂബ ടീം പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട്. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എല്ലായിടങ്ങളിലുമുണ്ട്, പക്ഷേ ഇതുവരെയും ഒരു സൂചന പോലും കിട്ടിയിട്ടില്ലല്ലേ? നിലവിൽ ഒരു തരത്തിലുള്ള സൂചനയും പോലീസിന് പ്രതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്താമരയുടെ സഹോദരനായുള്ള രാധാകൃഷ്ണന്റെ, അതായത് ചെന്താമരയുടെ തറവാട് വീടിനോട് ചേർന്ന കുളത്തിന്റെ ഭാഗത്താണ്. ഇവിടെ അല്പസമയം മുമ്പാണ് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഫയർഫോഴ്സിലെ സ്കൂബ ടീമുമായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൊല്ലങ്കോട് ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നുള്ള 4 സ്കൂബ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കുളത്തിലിറങ്ങി പരിശോധന നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നാട്ടുകാർ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നത് ഈ കുളത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പോലീസുമായി പങ്കുവച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു കുളത്തിൻ്റെ പരിസരത്ത് വന്ന് കുളിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഇവിടെ പരിശോധന നടത്താൻ പോകുന്നത്. സ്കൂബ ടീമിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ പരിശോധന നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. കേസിൽ വഴി തിരിച്ചുവിടാനുള്ള ശ്രമം പ്രതി നടത്തുമോ എന്നുള്ളതും പോലീസ് നോക്കിക്കാണുന്നുള്ള വിശേഷം. കഴിഞ്ഞ ദിവസം ഈ വിഷപ്പ് കുപ്പി ഉൾപ്പെടെ കണ്ടെത്തിയൊരു സാഹചര്യം ഈ മേഖലയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ഒരു അയൽവാസി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് ചെന്താമരയുടെ സഹോദരൻ, തറവാട് വീടിനോട് ചേർന്ന ഞാൻ തറവാട് മറ്റേ വീട്ടിന് ചേർന്നിട്ടുള്ളത് ഞാനാണ്. ഇവിടെ വരാറുണ്ടായിരുന്നു? ഇല്ല, അവൻ ഈ വഴിക്ക് വരവ് കമ്മിയാണ്. വരവ് ഇവിടെ സാധാരണ വരവൊന്നുമില്ല. എന്താ പറഞ്ഞിട്ടുള്ളത്? സ്വാഭാവികമായിട്ട് ഇവിടെ കല്ലിറക്കി വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. വെള്ളത്തിലിറങ്ങിയ വിവരം ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണോ രാധാകൃഷ്ണന്റെ വീട്? തറവാട് ഇതാ ഈ കാണുന്നത് തന്നെ, അടുത്ത് തന്നെ വീട്. കണ്ട കിണറൊക്കെ ഇയാൾ ഉപയോഗിച്ചിരുന്നതാണോ? അത് ഇല്ല അത് വെറുതെ കിടക്കണം. ഇപ്പം നമ്മൾ കാണിച്ചാൽ ആ കിണറാണ് വെറുതെ കിടക്കണം. അതിൻ്റെ വീട്ടിനുള്ളിൽ ഒരു കിണറുണ്ട്. വീട്ടിനുള്ളിൽ ഒരു കിണറുണ്ട്. അതിൻ്റെ അങ്ങോട്ട് കാണുന്ന വനപ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തി തന്നെയാണ് ചെന്താമര. ഇല്ല, അങ്ങോട്ട് പോയില്ല അവൻ. അങ്ങനെ ഈ ചുറ്റും അറക്കമല്ല ചുറ്റും ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട വിവരമാണ്. ഈ അരക്കുമല വനപ്രദേശത്തോട് ചുറ്റും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മളുമായി പങ്കുവെക്കുന്നത്. സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ഒരു പ്രതികരണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഇവിടെ തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അത് കേസിൽ വഴിത്തിരിവാകും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്താൻ പോകുന്നത്. ഉൾവനത്തിലേക്ക് തന്നെ പ്രതി കടന്നിട്ടുണ്ടെന്നൊരു വിവരം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 4 സംഘങ്ങളായുള്ള ഒരു തിരച്ചിൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സ്കൂബ സംഘത്തെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് കുളത്തിൽ പരിശോധന നടത്താനുള്ളൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സുധാകരന്റെ വീട്ടിലായാലും ആ മേഖലയിലുള്ള നമ്മുടെ വീട്ടിൽ വന്നിരുന്നില്ലേ, അതന്നെ വീട്. ഈ കൃത്യം നിർവഹിക്കുന്ന അതിന്റെ മുൻപ് നിങ്ങൾ ചെന്താമരയൊക്കെ കണ്ടിരുന്നോ? ഇത് ചെയ്യുമ്പോഴോ? അതായത് ഞാൻ കാലത്ത് 8 മണിക്ക് പണിക്ക് പോയാണ്. പിന്നെ ഈ വരുമ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോൾ വൈകിട്ടാണ് ഇത് സംഭവം അറിയുന്നത്. ഞാൻ വീട്ടിലുണ്ടാകുന്നില്ല. ഞാൻ കാലത്ത് അവനെ കണ്ടിട്ടില്ല, ഒന്നുമില്ല. നമ്മൾ പോയതാണല്ലോ. സാധാരണ നമ്മൾ പണിക്ക് പോകും. എല്ലാ സമയത്ത് അവൻ വൈകിട്ട് അതങ്ങനെ ചായ കുടിക്കാനോ ഇതിനൊക്കെ കുളിക്കാനോ വെള്ളമൊക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും അരുൺകുമാർ, അതുകൊണ്ട് കൂടിയാണ് പോലീസ് ഒരു മേഖലയിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ചെന്താമരയെ പിടികൂടാനാകുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, മുബഷീറാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്.